പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കും. ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം മനുഷ്യർ കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് എന്തിനു വേണ്ടി എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ്. നമുക്ക് റോഡിലേക്ക് ഒന്ന് ഇറങ്ങി നിന്നാൽ കാണാൻ സാധിക്കും, മനുഷ്യരിങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നു. വണ്ടികളിലും, ടൂ വീലറിലും, ഫോർ വീലറിലും, ചിലർ ഫ്ലൈറ്റുകളിലും, SUV-യിലും, അല്ലെങ്കിൽ ABCDEFGയിലും എന്തിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നു. കുതിച്ചു പായ ഒരു സെക്കൻഡ് പോലും ആർക്കും സമയമില്ല. അവരെല്ലാം ഈ ലോകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണെന്നാണ് അവർക്ക് ബോധ്യമുണ്ട്. കുതിച്ചു പായുന്നു. സംസാരിക്കാൻ പോലും ഒരു സെക്കൻഡ് സമയമില്ല. എന്തിനു വേണ്ടി ഇവരെ ഓടുന്നു എന്ന് ചോദിച്ചാൽ ധനസമ്പാദത്തിനായി, വസ്തു വാങ്ങിച്ചു കൂട്ടുന്നതിനായി ഓടുന്നു. അല്ലെങ്കിൽ ജോലി നിർവഹിച്ച്, അല്ലെങ്കിൽ ബിസിനസ്സോ കച്ചവടമോ കൃഷിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെയോ ചെയ്ത് പൈസ ഉണ്ടാക്കണം. വലിയ വീട് കെട്ടണം, വലിയ കാർ വാങ്ങിക്കണം, ഫർണിച്ചറുകൾ വാങ്ങിക്കൂട്ടണം, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാഹനങ്ങൾ വാങ്ങിച്ചു കൂട്ടണം, മക്കളുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണം, ഒരു 3-4 തലമുറയ്ക്ക് തിന്ന് സുഖമായി ജീവിക്കാനുള്ള വകകൾ സമ്പാദിച്ചു കൊടുക്കും. കഴിഞ്ഞ 10-50 ലക്ഷം വർഷങ്ങളായിട്ട് മനുഷ്യരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്. 50 ലക്ഷമായി മനുഷ്യൻ ഉണ്ടായിട്ട്, 460 കോടി വർഷമായി ഭൂമി ഉണ്ടായിട്ട്. – 25,550 കോടി വർഷങ്ങൾ നമ്മുടെ മരണശേഷം ഈ ഭൂമി ഉണ്ടാവും. ഒരു മനുഷ്യൻ ഒരു 10-75 വയസ്സ് വരെ ഭൂരിപക്ഷം ആൾക്കാർ 10-75 വയസ്സ് വരെ ജീവിച്ചിരിക്കണം. അത് കഴിഞ്ഞാൽ ടാറ്റ പറഞ്ഞു പോകും. ഏകദേശം 25,550 ദിവസങ്ങൾ. അതിൽ 12,707 ദിവസങ്ങൾ രാത്രിയായിട്ട് കടന്നു പോകുന്നു. ഒന്നും അറിയില്ല. അപ്പൊ ഈ തുച്ഛമായ ദിവസങ്ങളിൽ അവർക്ക് വാങ്ങിച്ചു കൂട്ടണം വസ്തുവകകൾ, വസ്തു വാങ്ങിച്ചു കൂട്ടണം. വർദ്ധിച്ചിട്ട് അതിന്റെ ഫലമായിട്ട് വർദ്ധിച്ച ടെൻഷൻ അനുഭവിക്കേണ്ടി വരും. സകല ജീവിതഭാരം തലയുടെ മുകളിൽ. പലരും നഷ്ടപ്പെട്ടുകൊണ്ട് ഇതായിട്ട് ദുഃഖിച്ച് കഴിയുന്നു. 460 കോടി വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഭൂമി ഇപ്പോഴും ഉണ്ട്. ആ കരഭാവം എവിടേക്കും പോയിട്ടില്ല. പക്ഷെ ഏതൊക്കെ നിസ്സാരന്മാരായിട്ട് വ്യക്തികൾ അതിൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. 460 കോടി വർഷം മുമ്പുണ്ടായിരുന്ന സ്വർണം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഏതൊക്കെ വ്യക്തികൾ അത് നഷ്ടപ്പെട്ടു എന്നിട്ട് മാനസികരാശുപത്രിയിൽ എത്തുന്നു, എവിടേക്ക് എത്തുന്നു? വർദ്ധിച്ച ടെൻഷൻ അനുഭവിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ആൾക്കാരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. നമ്മളൊക്കെ കേരളത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ തണുത്ത് വിറങ്ങലിച്ച് ആസ്ട്രേലിയയിലും അന്റാർട്ടിക്കയിലും ഒക്കെ പോയി കഴിയുന്നുണ്ടാവും. ചന്ദ്രനിൽ അടക്കമുണ്ടെന്ന് പറയുന്നു പൈസ സമ്പാദിക്കാൻ വേണ്ടി. ചൂട്ടിലും അറേബ്യ രാജ്യങ്ങളിൽ ചൂട്ടില്, ചുട്ടുപൊള്ളുന്ന ചൂടില്, വിറങ്ങലിക്കുന്ന തണുപ്പില് എല്ലാം പൈസ സമ്പാദിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. ഇതിൽ പലരും കോടീശ്വരന്മാരാണെന്നുള്ളതാണ് വസ്തുത. അവർക്ക് പോരാ, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. അതിൽ IT കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പലരും കോടീശ്വരന്മാരാണ്, കോടീശ്വരന്മാരുടെ മക്കളാണ്. അവർക്ക് പോരാ, വീട്ടിലുള്ള സമ്പത്ത് പോരാ. അതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം. 10-50 വയസ്സാകുമ്പോഴേക്കും നിത്യരോഗിയായിട്ട് മാറും. ഓവർ ടൈം കൊടുക്കാൻ പറയുകയാണെങ്കിൽ ആൾക്കാർ ഉറപ്പില്ലാണ്ട് നിന്ന് ജോലി ചെയ്യും. കാരണം പോരാ അവർക്ക്. പൈസക്കാർക്കാണ് ഏറ്റവും പൈസ അത്യാവശ്യം. പണക്കാരെ പിച്ചക്കാരെന്നുള്ള അവസ്ഥയിലായിരിക്കും പണക്കാരനാകുമ്പോഴേക്കും. അവർ പൈസയ്ക്ക് വേണ്ടി ഭിക്ഷയടക്കം എടുക്കും. പണക്കാരെ പിച്ചക്കാരൻ.
പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ അസറ്റുള്ള ആൾക്കാർ പോലും രാവും പകലില്ലാണ്ട് അധ്വാനിച്ച് ഇനിയും പൈസ കേട്ട് ഓടിക്കൊണ്ടിരിക്കണം. യഥാർത്ഥത്തിൽ എന്തിനിങ്ങനെ ഉടമസ്ഥനാകാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് കഴിയുമോ? സത്യത്തിൽ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിയാത്ത കാര്യത്തിന് ആൾക്കാർ കഴിയും കൊണ്ട് ഓടും. ഒരു ഇല്യൂഷൻ. കാരണം നമ്മളെ 25,550 ദിവസങ്ങളേ ഉള്ളൂ. നമ്മുടെ മരണശേഷം ഈ ഭൂമി 25,550 കോടി വർഷങ്ങളുണ്ടാവും. ഈ ഒരു ഫാക്ട് റിയലൈസ് ചെയ്യാതെ ഓടിക്കൊണ്ടിരിക്കും. ഒന്നിന്റെ ഉടമസ്ഥരാകാൻ ആർക്കും കഴിയില്ല. താൽക്കാലിക സൂക്ഷിപ്പുകാരനാവാൻ മാത്രമേ കഴിയുള്ളൂ. നമ്മൾ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്ലോക്ക് റൂമിൽ നമ്മളെ ബ്രീഫ് കേസ് കൊണ്ടുവയ്ക്കും. അയാൾക്ക് പൈസയും കൊടുക്കും. ആ ക്ലോക്ക് റൂമിന്റെ കരാറുകാരെ ഒരിക്കലും ഈ ബ്രീഫ് കേസിന്റെ ഉടമസ്ഥനല്ല, സൂക്ഷിപ്പുകാരൻ മാത്രം. നമ്മളെ വണ്ടി പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൂടി പാർക്ക് ചെയ്യും. അതിന്റെ കരാറുകാരൻ ഈ വെഹിക്കിളുടെ വാഹനത്തിന്റെ ഉടമസ്ഥനല്ല, താൽക്കാലിക സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. നമുക്കും അതേപോലെ തന്നെയാണ്. നമ്മൾ സ്വത്തിന്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ് നമ്മൾ. അതിന് യഥാർത്ഥ ഓണർ ദൈവമാണ്, അല്ലെങ്കിൽ പ്രകൃതിയാണ്. ആർക്കും ഓണറാകാൻ കഴിയില്ല. ഈ സൂക്ഷിപ്പുകാരനാവാൻ വേണ്ടി കുറച്ച് ദിവസത്തെ ആൾക്കാർ സ്വന്തം ജീവിതം വസ്തു വാങ്ങാൻ വേണ്ടി അസ്തുവാക്കുന്നു. ഒരിക്കലും നടക്കാത്ത കാര്യം ഉടമസ്ഥനാവുക എന്നുള്ളത്. ഒരു താൽക്കാലിക സൂക്ഷിപ്പുകാരനാവാൻ വേണ്ടി ഈ ഉടമസ്ഥാഭാവത്തിന് വേണ്ടി. അത് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം വേറൊരു കാര്യമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ട ഡിസയർ ടു ബി ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കണം. അതിനുവേണ്ടി വലിയ വീട് കെട്ടണു, വലിയ കാറുകൾ വാങ്ങിക്കണു, SUV വാങ്ങിക്കണു, എന്തൊക്കെയാ വേഷം കെട്ടി നടക്കും. പാന്റ് ഷർട്ടോട്ട് ഇൻ ചെയ്ത് മൈനർ ചെയിനൊക്കെ ഇട്ട് കയ്യിൽ ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ട് വലിയ വളയൊക്കെ ഇട്ട് നടക്കണം. സ്വന്തം അവസ്ഥാവിശേഷങ്ങൾ വിളിച്ചോദിക്കൊണ്ട് കഷ്ടപ്പെട്ട് ക്വാളിഫിക്കേഷൻസ് ആർജിക്കുന്നു. വലിയ പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ട് നിരവധി ക്വാളിഫിക്കേഷൻസ്. ചിലർ ഡോക്ടറേറ്റ് ഇൻ കാക്കയുടെ എൻഡോളജി, കാക്കയുടെ പല്ലുകളെ കുറിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് വാങ്ങുന്നു. ഡോക്ടർ എന്ന് എഴുതിയിട്ട് നമ്മളെ കോളാമ്പി തട്ടി ഫേമസ് ആകാൻ പറയുമ്പോൾ ഒരു കഥ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വലിയ മഹത് ഗ്രന്ഥങ്ങളെയും വലിയ മഹാന്മാരെയും ചീത്ത പറഞ്ഞിട്ട് പിന്നെ ഇത് ശ്രദ്ധേയനാകുന്നു. കോളാമ്പി തട്ടി ഫേമസ് ആകാൻ പറയും. ഡിസൈർ ടു ബി ഇമ്പോർട്ടൻറ്റ്. യഥാർത്ഥത്തിൽ പല ക്വാളിഫിക്കേഷൻസ് ആർജിക്കുന്നു, കഷ്ടപ്പെടുന്നു. എന്നൊരു പഠനഭാരം വേണ്ടിട്ട് തലയിലും എല്ലാ ഭാരം ചുമന്നുണ്ടാക്കണം. ഈ ലോകത്ത് ആരുടെയെങ്കിലും യോഗ്യത അംഗീകരിക്കുമോ? ഒരിക്കലും ഇല്ല. പരസ്പരം ശത്രുക്കളായി കാണും. വലിയ ക്വാളിഫിക്കേഷനിൽ ഉള്ളവർക്ക് പഠിക്കാത്ത ആൾക്കാർ ശത്രുവായി കാണുന്നു. യോഗ്യതയുള്ളവര്. പാവപ്പെട്ടവർ പണക്കാരെ ശത്രുവായി കാണുന്നു. അധികാരമുള്ളവരെ അധികാരമില്ലാത്തവർ ശത്രുക്കളായി കാണുന്നു. സജ്ജനങ്ങളെ ദുഷ്ടന്മാരെ ശത്രുക്കളായി കാണുന്നു. സൗന്ദര്യമില്ലാത്തവരെ സൗന്ദര്യമുള്ളവരെ ശത്രുക്കളായി കാണുന്നു. അങ്ങനെ പരസ്പരം ആരെയും അംഗീകരിക്കാൻ തയ്യാറില്ല, ശത്രുവായി കാണും. വീട്ടിൽ ചിലപ്പോൾ മക്കളോ അച്ഛനോ അമ്മയോ ഭാര്യ ഭർത്താവോ സ്നേഹിക്കുന്നുണ്ടാവും, ചിലപ്പോൾ പരസ്പരം അംഗീകരിക്കുന്നുണ്ടാവും. ബാക്കി എല്ലാവരും വീടിന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും അയൽക്കാരടക്കം ശത്രുതയായിട്ട് കാണും. ഒരാളുടെ യോഗ്യത ഒരാളും അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഈ ലോകത്ത്. അതാണ് സത്യം. പക്ഷെ ഈ ഡിസൈഡ് ടു ബി ഇമ്പോർട്ടൻറ്റ്, ഞാനൊരു ഇമ്പോർട്ടൻ്റ് ഒരു വ്യക്തികളെന്ന് കാണിക്കാൻ വേണ്ടി നടക്കാത്ത കാര്യം നടക്കാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നു അംഗീകാരം കിട്ടാൻ. ഞാൻ വലിയ ധർമ്മിഷ്ഠരാന്ന് കാണിക്കാൻ പ്രളയമൊക്കെ വരുമ്പോൾ ചെക്കുമായിട്ട് കൊടുത്ത് അധികാരികൾ കൊടുത്ത് ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യണം.
എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന വ്യക്തികൾ കാണിക്കണം. ഞാൻ ഈ ലോകത്ത് വിമാനത്തിൽ ചാർട്ടേഡ് വിമാനത്തിൽ സഞ്ചരിക്കണം, ഹെലികോപ്റ്റർ എടുത്തിട്ട്. ഒരിക്കലും ഒരാളുടെ യോഗ്യത അംഗീകരിക്കില്ല. പക്ഷെ അതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കണം. ഒരിക്കലും ഈ ലോകത്ത് ഉടമസ്ഥരാവാൻ ഒന്നിനും സാധിക്കില്ല. എങ്കിലും അതിനുവേണ്ടി സൂക്ഷിപ്പുകാരനാവാൻ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കണം. ഉടമസ്ഥരാവാനും അംഗീകാരം കിട്ടാനും ഓടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ. രണ്ടും നടക്കാത്ത കാര്യമാണ്. ആരെങ്കിലും നമ്മളെ അംഗീകരിച്ചതായിട്ട് ബഹുമാനിക്കുന്ന കാണിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാജവും. ഭഗവാൻ തന്നെ പറയുന്നത് പരസ്വഭാവ കർമാണി ന പ്രശംസേത് ന ഗർഹേത് വിശ്വമേകാത്മകൻ പശ്യം പ്രകൃത്യാ പുരുഷേണ ച പരസ്വഭാവ കർമാണി യ പ്രശംസതേ നിന്ദതേ സ ആശുഭ്രശ്യതേ സോർത്താത അസത്യ അഭിനിവേശത. ആരെയും പ്രശംസിക്കും വേണ്ട, നിന്ദിക്കുകയും വേണ്ട എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. ശേഷഭഗവാൻ ബുദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. പക്ഷെ ഇവിടെ തന്നെ ആൾക്കാരുടെ സ്തുതി കേൾക്കാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ അതിനുവേണ്ടി എന്തൊക്കെയോ ചെയ്തു. ശരിക്കും സത്യം പറഞ്ഞാല് പാവപ്പെട്ടവരാണ് പണത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ടവരും മധ്യവർക്കാരാണ് പണത്തിന് വേണ്ടി ജോലി ചെയ്യുക. പൈസക്കാർക്ക് അവരുടെ പൈസ അവർക്ക് വേണ്ടി അധ്വാനിക്കും. ലൈഫ് ടൈം സകല ഭാരവും തലയിൽ കയറ്റി, വർക്ക് ലോഡും പഠനഭാരവും എല്ലാം തലയിൽ കയറ്റി നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഒക്കെ ഇറക്കി വയ്ക്കുക. ഒരു 50 വയസ്സ് 60 വയസ്സായി കഴിഞ്ഞാൽ എല്ലാം നിർത്തി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക, ജീവിതത്തിൽ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് നടപ്പിലാക്കുക, നമ്മളെ പാഷൻ എന്താണോ അത് ചെയ്യുക. മരിച്ചു വീഴുന്നവരെയും കഠിന അധ്വാനം ചെയ്ത് ഓടി നടക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ അംഗീകാരം കിട്ടാനും എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടാനും വേണ്ടിയിട്ട് ഓടേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം മനസ്സിലെപ്പോഴും വേണം. താങ്ക് യു വെരി മച്ച് for watching this video. Thanks a lot.